ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട്സ് ഓൺ ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ്. എല്ലോ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ടോക്സ് ഒക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോക്സിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ടീം ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ മാഗ്നം തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുക എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു, റൂമറുകളുണ്ടായിരുന്നു. അങ്ങനെയല്ല, നിലവിൽ കുറച്ചുകൂടി പുരോഗതിയുണ്ട് ചർച്ചകളിലൊക്കെ. കാര്യങ്ങൾ തീരുമാനത്തിലെത്താൻ കുറച്ചുകൂടി സമയമെടുക്കും. ഇത് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർഗുലാവയും പറഞ്ഞത്. ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 100% ഷെയർസും ഇപ്പോൾ മാഗ്നം വിൽക്കാൻ തയ്യാറാണ്. ന്യൂസ് റിപ്പോർട്ടറായിട്ടുള്ള സയൻ മുഖർജിയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സുമായിട്ട് പോസിറ്റീവ് ടോക്സിലാണ്. ചർച്ചകൾ മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് വിദേശത്ത് നിന്നായിരിക്കും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. ആഷ്ലി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തുടരണമെന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആഗ്രഹം. കഴിഞ്ഞ സീസണിൽ ഡേവിഡ് കാറ്റാലയ്ക്ക് പകരമായിട്ട് വന്ന കോച്ചാണ് ആഷ്ലി. ഈ സമയം കൊണ്ട് തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ടീമിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. പുതിയ ഫോറിൻ സൈനിങ്സും നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. കാര്യം ബ്ലാസ്റ്റേഴ്സ് കോച്ചുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നിലവിൽ സാധ്യതയുള്ളത്. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കൺഫേം ആയാൽ ആ ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ പെട്ടെന്ന് തന്നെ നടക്കുമെന്നാണ് ഗെയിൽനോ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നേഗി പറയുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കുറച്ച് താരങ്ങളെ സൈൻ ചെയ്യാൻ വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ആഷ്ലി തുടർന്നേക്കുമെന്നുള്ള സൂചനയാണ്. കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുറച്ച് താരങ്ങളുമായിട്ട് ഇപ്പോൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ സൈനിങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റു ടീമുകളൊക്കെ മികച്ച ഒരുക്കത്തിൽ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മികച്ച നീക്കങ്ങളൊക്കെ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ പുറത്തു വന്ന അപ്ഡേറ്റുകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്ത തന്നെയാണ്. ഇതിൻ്റെ കാര്യത്തിലേക്ക് കൺഫർമേഷൻ വരികയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ട്സ് കൊണ്ട് വെക്കുക.